everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മെയ്ബ്ലിൻ ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ്. എനിക്ക് ഇഷ്ടമുള്ളതായിട്ട് 2 ഷെയ്ഡ്സ് ഉണ്ട് മെയ്ബ്ലിനിൽ. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മെയ്ബ്ലിൻ എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് അഫോർഡബിൾ ആയിട്ട് എന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പല ഫോമുലയിലുള്ള ലിപ്സ്റ്റിക്സ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലോറിയൽ ആ ഒരു കമ്പനിയുടെ ഒരു സിമിലർ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്നതായിട്ട് ഉള്ള ലിപ്സ്റ്റിക് അല്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ഉണ്ട്. അവർക്ക് വിനൈൽ ഇങ്ക് എന്ന് പറഞ്ഞൊരു ഫോമുലയുണ്ട്. അതെന്ന് പറയുമ്പം കുറച്ചൊരു മാറ്റും അല്ല, ഭയങ്കര ഗ്ലോസിയും അല്ല. എന്നിട്ടത് പക്ഷെ ഗ്ലോസി ചെറുതായിട്ടുണ്ട്, പക്ഷെ അത് ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി മണിക്കൂർ ലാസ്റ്റിംഗ് എന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം അതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്, ഇപ്പം ഇട്ടേക്കുന്നത് ആ ഷെയ്ഡാണ്. എൻ്റെ പേര് ലിപ്പി എന്നാണ്. നല്ല ഷെയ്ഡാണ്. അപ്പം ഞാൻ അതാദ്യം കാണിക്കാം. അതിങ്ങനെ ഇരിക്കും. ഇതിപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. എല്ലാവർക്കും ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫോമുലയാണിത്, വിനൈൽ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് നെയിമാണ് ലിപ്പി. ലിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വാഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കയ്യിലൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇങ്ങനൊരു വോണ്ടിലാണ് വരുന്നത്. പിന്നെ ഉപയോഗിച്ച് കുറേ ആയി, അല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഇത് വരുന്നത്. നല്ലൊരു കളറാണ്, നമ്മളുടെ ബ്രൗൺ സ്കിന്നിന് വേണ്ടിയൊക്കെ നല്ല കളറാണ്. ഒത്തിരി വാഷ് ഔട്ടൊന്നും ചെയ്യത്തില്ല, എന്നാലും പക്ഷേ നല്ലൊരു ഷെയ്ഡായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ലിപ്പി. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത് ഒരു 850 റുപ്പീസിനാണ്. പക്ഷെ ഓഫർ ഇടുമ്പോൾ ഇതിനേക്കാളും കുറയും നൈക്കയിലൊക്കെ. അപ്പോൾ ഇതിന് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്. കുറേ ഇങ്ങനെ പീച്ചി ഷെയ്ഡ്സ് ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്, റെഡ് ഉണ്ട്. എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും. പ്രോപ്പർ ഒരു ഷെയ്ഡ് നെയിമാണ് ലിപ്പി. ഇങ്ങനെ ലിപ്സിൻ്റെ തന്നെ ചെറിയൊരു കളറാണ്, പക്ഷെ എന്നാലും ഒത്തിരി ഡാർക്കർ അല്ല, വാഷ് ഔട്ടും ചെയ്യത്തില്ല. ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത്. അപ്പം അതിൻ്റെ കളറായിട്ട് കോഡാണ് അവരുടെ പാക്കേജിങ്. ഇപ്പം നമ്മൾ ആ ഷെയ്ഡിന് സെയിം ആയിട്ടുള്ളൊരു കോഡിംഗ് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്ന പാക്കേജിന്. ഇതായിരുന്നു ലിപ്പി എന്നുള്ള ഷെയ്ഡ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ലിപ് ഷെയ്ഡ് ആയിപ്പോയി, ലിപ്സിലായിപ്പോയെങ്കിൽ ബാക്കി നമ്മൾ ഇങ്ങനെ ചീക്സിലും ഒക്കെ ഇടും. കാരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു മോണോക്രോം ലുക്ക് ഇടും. എന്ന് വെച്ചാൽ നമ്മളുടെ മോണോക്രോം എന്ന് വെച്ചാൽ നമുക്ക് മുഖത്ത് സെയിം ബ്ലഷും ലിപ്സ്റ്റിക്കും മാച്ച് ചെയ്യുന്നൊരു കളറായിട്ടുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട് എപ്പോഴും. ഏത് ലിപ്സ്റ്റിക് ആയാലും ഞാൻ ചെയ്യാറുണ്ട്. ധൃതി ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെച്ച് മാച്ച് ചെയ്ത് നോക്കും. പക്ഷേ അല്ലെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് കൂടുതലുള്ളത് തന്നെ ബ്ലഷായിട്ട് ഇടും. അപ്പോൾ അതാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ മെയ്ബ്ലിൻ്റെ തന്നെ പുതിയതായിട്ട് ഇറങ്ങിയ സീറം ലിപ്സ്റ്റിക്കാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതും ഒരു നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് വേണ്ടിയുള്ള. ഇതിൻ്റെ പേര് ടേക്ക് ദ വൺ എന്നാണ് ഷെയ്ഡിൻ്റെ നെയിം. അപ്പം ഇത് പുതിയതായിട്ട് ഇറങ്ങിയ മെയ്ബ്ലിൻ സീറം ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡാണ്. അത് 005. നല്ലൊരു ഭംഗിയുള്ള പാക്കേജിങ്ങാണ് ഇത് വരുന്നത്. ഇത് മറ്റൊരു നോക്കുമ്പോൾ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, മറ്റേത് ലിക്വിഡ് ആയിരുന്നല്ലോ. നല്ലൊരു പിങ്കി ന്യൂഡ് ഷെയ്ഡാണ്. ഈ ഇടയ്ക്ക് മേടിച്ചതേ ഉള്ളൂ. അപ്പം നല്ലൊരു പിങ്കി മോവി ന്യൂഡ് ഷെയ്ഡ് ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. ഇത് ഞാൻ മേടിച്ചത് നൈക്കയിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് വന്ന് 599, 600 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. 599 ആണെന്ന് തോന്നുന്നു മേടിച്ചത്. ഇതിന് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട്. എന്ന് പറയുമ്പോൾ കുറച്ച് മാറ്റാണ്. ഇതിന് ക്രീമി ഫിനിഷും ഉണ്ട്, പക്ഷെ എനിക്ക് ഒത്തിരി ക്രീമി ആവുന്ന എനിക്ക് ഇഷ്ടമല്ല. വലിയ ലിപ്സ് ആയതുകൊണ്ട് ഒത്തിരി ക്രീമി ആവാൻ ഭയങ്കരമായിട്ടും ഓക്വേർഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മാറ്റാണ് മേടിച്ചത്. ഇത് മാറ്റായാലും ഭയങ്കര കംഫർട്ടബിൾ മാറ്റാണ്.
വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്രീസസിലൊന്നും ഇങ്ങനെ കയറി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അവർ സീറം ലിപ്സ്റ്റിക് എന്ന് പേരിട്ടത്. കാരണം ചെറിയൊരു മാറ്റ് ആണെങ്കിലും ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ്. നിങ്ങൾ കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇതിന്, ട്രൈ നോക്കിയിട്ട് മേടിക്കുക. ഇതൊരു നല്ലൊരു അഫോർഡബിൾ, നല്ല പെർഫെക്റ്റ് ന്യൂഡ്, എവറി ഡേ ന്യൂഡായിട്ട് തോന്നുന്നുണ്ട്, മറ്റേ ഷെയ്ഡ് പോലെ തന്നെ. ഇതാണ് ലിപ്സ്റ്റിക്ക്. നല്ല ഭംഗിയുള്ള പാക്കേജിംഗ് ആണ് വരുന്നത്. എനിക്കൊന്നും സീറം ലിപ്സ്റ്റിക് എന്ന് പറയുമ്പം ഒരു ഹൈഡ്രേറ്റിംഗ് പാർട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കും സീറം എന്ന് പറയുന്നത്. നിങ്ങൾ കടയിൽ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക. ഇതിന് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഇതാണ്. എന്നിട്ട് അഭിപ്രായം പറയുക. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കാണിക്കാം ലിപ്സിലായിട്ട്. മറ്റേ ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇതൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ്. മറ്റേനേക്കാളും അത്രയും ഡാർക്കറല്ല, ഇത് പ്രോപ്പർ ന്യൂഡാണ്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും മേക്കപ്പ് ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇടാൻ പറ്റും. അല്ല, ഞാനിപ്പോൾ മേക്കപ്പ് ആയിട്ടൊന്നും ഇട്ടിട്ടില്ല, സ്കിൻ കെയർ മാത്രമേ ഇട്ടുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ ഇടാൻ പറ്റും. വാഷ് ഔട്ട് ഒക്കെ ചെയ്യത്തില്ല. എന്നെക്കാളും ലൈറ്ററായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഡാർക്കറായിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും ഒരു കളർ കാണണം എന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പം വാഷ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ ലിപ്പ് ലൈനർ ഉപയോഗിച്ചിട്ട് ഇതിട്ടാൽ മതി. അപ്പം അങ്ങനെ വാഷ് ഔട്ട് ചെയ്യത്തില്ല. അപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വ്ളോഗ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനീ നെക്സ്റ്റ് ടൈം ചെയ്യേണ്ട വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ഉള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.